ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ആരാധന ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 23-ന് പുനലൂരിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പത്തനാപുരം ഗാന്ധി ഭവന് ISO സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിൽ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് ISO ലഭിക്കുന്നത് ആദ്യം. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കെതിരെ നടപടിയുണ്ടാകും. നാപ്കിൻ വെൻഡിംഗ് മെഷീനും ഇൻസിനറേറ്ററും നിർബന്ധം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 23-ന് പുനലൂരിൽ നടക്കും. പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചൊവ്വാഴ്ച പുനലൂരിൽ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 23-ന് പുനലൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചൊവ്വാഴ്ച പുനലൂർ സ്വയംവര ഹാളിൽ നടന്നു.
വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ എന്ന് പറയുന്ന പാർപ്പിട പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പദ്ധതിക്ക് വിജയിക്കണമെങ്കിൽ സർക്കാർ ഖജനാവിലെ പണം മാത്രം കൊണ്ട് കഴിയില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് ആ രീതിയിൽ പണമെടുക്കാൻ ഇല്ലാതായി നമുക്ക് ഈ 1-2 വർഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സമ്പൂർണമായ പാർപ്പിടം, അതാണ് വിഷയം. എല്ലാവർക്കും പിന്നെയും കുറച്ചുകൂടി ബാലൻസ് കിടക്കാൻ പാടില്ല. അത് പലപ്പോഴും അസംതൃപ്തിക്കെല്ലാം ഇടപെടുന്നത്. മുനിസിപ്പൽ ഏരിയയിൽ 10-100 പേർക്ക് വീട് വെച്ചുകൊടുത്ത സമയമുണ്ട്. EMS പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അതിൽ കൂടുതൽ ഓരോ വാർഡിലാണ്. പക്ഷേ എങ്കിൽ പോലും വീടില്ലാത്തവർ ഇനിയും അവശേഷിക്കും, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ വീണ്ടും അവശേഷിക്കും. അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നത്തിൽ സമ്പൂർണമായ പരിഹാരം കാണുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം. അതുകൊണ്ട് പാർപ്പിടമില്ലാത്തവർക്ക് മുഴുവൻ പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കാൻ പോവുകയാണ്. പാർപ്പിടം വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്കോ അവർക്ക് ഫ്ളാറ്റുകൾ പണിഞ്ഞ് ആ ഫ്ളാറ്റുകളിൽ അവർ താമസിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ലൈഫ് മിഷന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം പുനലൂരിൽ വെച്ച് ആണ്. നഗരസഭാ ചെയർമാൻ M.A. രാജഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ സബ് കളക്ടർ S. ചിത്ര, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അബ്ദുൾ സലാം, ലൈഫ് മിഷൻ സംസ്ഥാനതല പ്രതിനിധികൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വൈസ് ചെയർപേഴ്സൺ കെ. പ്രഭ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിമാരായ കെ. രാജു, ജെ. മേഴ്സിക്കുട്ടിയമ്മ, MP-മാരായ N. K. പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, കെ. സോമപ്രസാദ്, കെ. സി. വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ, ജില്ലയിലെ MLA-മാർ എന്നിവർ സ്വാഗത സംഘത്തിൽ രക്ഷാധികാരികളാണ്. പുനലൂർ നഗരസഭാ ചെയർമാൻ M.A. രാജഗോപാലാണ് സ്വാഗത സംഘം ചെയർമാൻ. ജില്ലാ കളക്ടറായിരിക്കും കൺവീനർ. 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സ്വാഗത സംഘത്തിൽ ഉണ്ടാവുക. ലൈവ് വാർത്ത, പുനലൂർ. കരവാളൂർ അയണിക്കോട് നെടുമല അംഗൻവാടി കെട്ടിടം വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജു ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർ ബാൻഡ്മേളത്തോടുകൂടിയാണ് മന്ത്രിയെ സ്വീകരിച്ചത്. അഡ്വക്കേറ്റ് കെ. രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച നെടുമല അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ. രാജു നിർവഹിച്ചു. അംഗൻവാടികൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ എരുത്തിലിൽ വരെ നടന്നിട്ടുണ്ട് അംഗൻവാടികൾ. കാരണം തുടങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചിലര് വളരെ സന്തോഷപൂർവ്വമായാലും അവരുടെ കളിയില് അല്ലെങ്കിൽ കളിയിനോടനുബന്ധിച്ചുള്ള എരുത്തില് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെ തുടങ്ങിക്കോ നിങ്ങൾ. അത് മോശമായ ഒരു സംഗതി എന്നല്ല, സ്ഥലമില്ലാത്തപ്പോ അതെങ്കിലും അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി ബ്ലോക്ക് പ്രസിഡന്റ് ബഹുമാന്യമായിട്ടുള്ള രഞ്ജു സുരേഷ് ഇവിടെ ഇരിക്കുന്നു. അഞ്ചൽ ബ്ലോക്കിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലെയും ഭൂരിപക്ഷം അംഗനവാടികൾക്കും ഇപ്പോ സ്വന്തമായ കെട്ടിടം ആയിരിക്കും. ഇനിയും അപൂർവം ചിലതേ കാണുകയുള്ളൂ സ്വന്തമായ കെട്ടിടമില്ലാത്തത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് സ്വന്തമായ സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കും. സ്വന്തമായ സ്ഥലമുണ്ടെങ്കിൽ ഞാനിവിടെ മറ്റു മെമ്പർമാരെ ഓർമ്മിപ്പിക്കുകയാണ്, സ്വന്തമായ സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അംഗൻവാടിക്ക് സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അംഗൻവാടികൾക്കെല്ലാം ഫണ്ട് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ല അവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി, അംഗൻവാടികൾക്ക് പണം കൊടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. രാജൻ അധ്യക്ഷനായി. നെടുമല കാഞ്ഞിരമ്പിള വീട്ടിൽ ഉണ്ണിയമ്മ സൌജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, കരവാളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം ബി. സരോജാദേവി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ നായർ, എസ്. ശരത്ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി ജെ. ബാബു, ആശ സുധീഷ്, സി. രവീന്ദ്രൻ നായർ, എസ്. മുരുകേശൻ, സി. രാജശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖല പകർച്ചപ്പനി ഭീതിയിൽ. പത്തനാപുരത്തും തെന്മലയിലുമായി പന്നിപ്പനി ബാധിച്ച് 2 പേർ മരണപ്പെട്ടിരുന്നു. പന്നിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചപ്പനികളുടെ ഭീതിയിലാണ് കിഴക്കൻ മേഖല. പനി ബാധിച്ച് ചികിത്സയ്ക്കായി പുനലൂർ താലൂക്ക് ആശുപത്രി OP വിഭാഗത്തിൽ എത്തുന്ന രോഗികളുടെ എണ്ണം 250-ന് മുകളിൽ വരും. കഴിഞ്ഞ ജനുവരി മുതൽ പുനലൂർ നഗരസഭാ പ്രദേശത്ത് 12-ൽ പരം ആളുകൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. പത്തനാപുരത്തും ഇടമണ്ണിലും ഓരോരുത്തർ പന്നിപ്പനി ബാധിച്ച് മരിച്ചതായും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനമാണ് പന്നിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പ്രധാന കാരണം. എന്നാൽ കൃത്യമായ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ ഒരു പരിധിവരെ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമാണ്. പനിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ചികിത്സ തേടണമെന്നും സ്വയം ചികിത്സ അരുതെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ലൈവ് വാർത്ത, പുനലൂർ. അഞ്ചൽ ആയൂർ റോഡിൽ തണൽ മരം പിഴുതു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അഞ്ചൽ ആയൂർ റോഡിൽ വട്ടമൺ പാലത്തിന് സമീപമാണ് തണൽമരം പിഴുതു വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത്. നിരവധി വാഹനങ്ങൾ ഈ സ്ഥലത്ത് പാർക്ക് ചെയ്യുകയും പതിവായിരുന്നു. എന്നാൽ മരം വീഴുമ്പോൾ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. പുനലൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അഞ്ചൽ ആയൂർ റോഡിൽ അപകടാവസ്ഥയിലായ മരങ്ങൾ ഇനിയും നിരവധിയുണ്ട്. അധികാരികൾ ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവം വരും ദിവസങ്ങളിൽ വൻ ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കെതിരെ നടപടിയുണ്ടാകും. നാപ്കിൻ വെൻഡിംഗ് മെഷീനും ഇൻസിനറേറ്ററും സ്കൂളുകളിൽ നിർബന്ധമാക്കി. ശുചിത്വം സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. പെൺകുട്ടികൾക്കായി നാപ്കിൻ വെൻഡിംഗ് മെഷീനും ഇൻസിനറേറ്ററും സ്കൂളുകളിൽ നിർബന്ധമാക്കി. ഈ മാസം 31-നകം എല്ലാ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലും ഇവ ഏർപ്പെടുത്തണം. അല്ലാതെയുള്ള സ്കൂളുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ഉഷ ടൈറ്റസ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ശുദ്ധമായ കുടിവെള്ളം, കുട്ടികളുടെ എണ്ണത്തിന് ആനുപാതികമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മൂത്രപ്പുരകൾ, കക്കൂസ് എന്നിവയും സ്കൂളിൽ ഏർപ്പെടുത്തേണ്ട സൌകര്യങ്ങളാണെന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ഇത്തരം സംവിധാനങ്ങൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിപ്പിനുള്ള അംഗീകാരത്തിനുള്ള മാനദണ്ഡമാക്കുകയും ചെയ്യും. സ്കൂൾ പരിശോധനാ വേളയിൽ വിദ്യാഭ്യാസ ഓഫീസർമാർ എല്ലാ സ്കൂളുകളിലും ഈ സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സൌകര്യമില്ലാത്ത സ്കൂളുകളുടെ മേധാവികൾക്കെതിരെ കർശന നടപടിയെടുക്കും. പുതിയ സ്കൂളുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സൌകര്യങ്ങൾ ഉണ്ടെന്ന് HSS, VHSE ഡയറക്ടർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും സ്കൂളുകൾ ഒരുക്കി നൽകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൌഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ,
and Diabetic Eye Care Center. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ, പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ് MLA റോഡ് പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. KPCC വിചാർ വിഭാഗ് പത്തനാപുരം നിയോജക മണ്ഡല സമ്മേളനം സായാഹ്ന ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ ചെയർമാൻ GR കൃഷ്ണകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിനിടയിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രൂപം കൊടുത്തിട്ടുള്ള KPCC വിചാർ വിഭാഗത്തിന്റെ പ്രവർത്തനം പ്രദേശത്തും ശക്തിപ്പെടുകയാണ്. വിചാർ വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം തല നേതൃയോഗം പത്തനാപുരം സായാഹ്ന ഓഡിറ്റോറിയത്തിൽ ജില്ലാ ചെയർമാൻ GR കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1 വർഷമോ 1.5 വർഷമോ ആയുള്ളൂ ഇന്ത്യ പെട്ടെന്നൊരു കുതിച്ചുചാട്ടം നടത്തിയത്. ഒരു നൂറ്റാണ്ടിലേറെ കാലം നീണ്ടുനിന്ന സമഗ്രമായ സുദീർഘമായ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 6 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കോൺഗ്രസിന്റെ ഭരണ സാരഥ്യം, സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ ദിനങ്ങളിൽ സ്വന്തമായ ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്ന ദരിദ്ര രാജ്യമായിരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് ബഹിരാകാശ ശാസ്ത്രയുഗത്തിലേക്ക്, ക്രയോജനിക യുഗത്തിലേക്ക്, ഗോളാന്തര യാത്രകളിലേക്ക് ലോകത്തെ കൈപിടിച്ചാനയിക്കുന്ന ബൃഹത് ശക്തിയാക്കി മാറ്റുവാൻ കഴിഞ്ഞത് കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമഗ്രമായ രാഷ്ട്രീയ നേതൃത്വമാണ്, ഇച്ഛാശക്തിയുള്ള നേതൃത്വമാണ്. KPCC സെക്രട്ടറി G രതികുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. KPCC വിചാർ വിഭാഗം നിയോജക മണ്ഡലം ചെയർമാൻ ചേത്തടി ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. D ചന്ദ്രകുമാർ, ജില്ലാ വൈസ് ചെയർമാൻ എബ്രഹാം കൈപ്പള്ളിൽ, R സുമിത്ര, MA സലാം, ജോൺസൺ മേലേതിൽ, റോയ് G ജോർജ്, അജിത് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് കുളത്തൂപ്പുഴ ഫാമിൽ പശുക്കളിൽ ഭ്രൂണമാറ്റം വിജയകരമായി നടപ്പിലാക്കുന്നു. 1 വർഷത്തിനിടെ 6 പശുക്കളിലാണ് ഇവിടെ ഭ്രൂണമാറ്റം വിജയകരമായി നടപ്പിലാക്കിയത്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് കുളത്തൂപ്പുഴ ഫാമിലാണ് പശുക്കളിൽ ഭ്രൂണമാറ്റം വിജയകരമായി നടപ്പിലാക്കി വരുന്നത്. വില്ലുമലയിലെ ക്ഷീരകർഷകൻ രാധാകൃഷ്ണൻ നായരുടെ പശുവിലാണ് ഭ്രൂണമാറ്റം ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയത്. ഒരു ഭ്രൂണമാറ്റത്തിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത 35%. ഒരു ഭ്രൂണമാറ്റത്തിന് 12,000-ൽ പരം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ 3 ഭ്രൂണമാറ്റത്തിലൂടെ മാത്രമേ ഒരു കുട്ടി എന്ന കണക്കിലേക്ക് എത്തപ്പെടാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഭ്രൂണമാറ്റത്തിന് മാത്രം 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഭ്രൂണമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന അത്യുൽപാദനശേഷിയുള്ള പശുക്കുട്ടികളെ കർഷകർക്കെടുക്കാം. കാളക്കുട്ടികളാണെങ്കിൽ ഫാം തന്നെ മികച്ച വില നൽകി ഇവയെ തിരിച്ചെടുക്കും. നല്ല ഇനം വിത്തുകാളകളെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് പ്രവർത്തിക്കുന്നത്. ഭ്രൂണമാറ്റത്തിന് താൽപര്യമുള്ള കർഷകർക്ക് KLD ബോർഡ് കുളത്തൂപ്പുഴ മാനേജരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0475-231-7547. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞമൺകാല എലിക്കോട് റോഡ് തകർന്ന നിലയിൽ. വർഷങ്ങളായി റോഡ് തകർന്ന അവസ്ഥയിലായിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞമൺകാല എലിക്കോട് റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായത്. റോഡ് തകർന്നു കിടന്നിട്ടും യാതൊരു നടപടി സ്വീകരിക്കാനും അധികൃതർ തയ്യാറാകുന്നില്ല. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡിന്റെ ശോച്യാവസ്ഥ വാഹനങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. മഴ പെയ്താൽ പിന്നെ റോഡിലെ കുഴിയിൽ വെള്ളം കെട്ടിനിന്ന് അപകടക്കണിയൊരുക്കും. ഇത്തരത്തിൽ റോഡ് തികച്ചും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ്. റോഡ് ടാർ ചെയ്തിട്ടും ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞു. അടിയന്തരമായി റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. എന്നാൽ ബജറ്റിൽ ഈ റോഡിന് തുക വകയിരുത്തിയിട്ടില്ല എന്ന കാരണമാണ് അധികൃതർ പറഞ്ഞൊഴിയുന്നത്. പിന്നെ മഞ്ഞമൺകാല ജംഗ്ഷൻ വരെ വരുന്ന റോഡ് വളരെ ശോചനീയാവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒരു ഇങ്ങനെ ആയി കിടന്നിട്ട് ഒരു 3 വർഷം എങ്കിലും കുറഞ്ഞതായി കാണും. അപ്പോൾ അത് ഈയിടെ പണിയാന്ന് പറയുന്നെങ്കിലും പണി നടക്കുന്നില്ല. അപ്പം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ ചാലിൽ കൂടിയൊക്കെ യാത്രകൾ പലരും തെറ്റി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. 2 വീലറുകാരും അതുപോലെ 4 വീലറും എല്ലാം പോകുന്നത് വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്നുണ്ടായെങ്കിലേ നമ്മുടെ റോഡ് വൃത്തിയാവത്തുള്ളൂ. ലൈവ് വാർത്ത, പുനലൂർ. അഗതികളുടെ ആശ്രയ കേന്ദ്രമായ പത്തനാപുരം ഗാന്ധി ഭവന് ISO സർട്ടിഫിക്കറ്റ്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ
മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സർട്ടിഫിക്കറ്റ് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന് കൈമാറി. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റുള്ള ജീവകാരുണ്യ സ്ഥാപനം എന്ന ബഹുമതി പത്തനാപുരം ഗാന്ധിഭവന് ലഭിച്ചു. അമേരിക്കൻ അക്രഡിറ്റേഷൻ ബോർഡും ലണ്ടനിലെ യൂണിവേഴ്സൽ സർട്ടിഫിക്കേഷൻ ലിമിറ്റഡും ചേർന്നാണ് ഗാന്ധിഭവന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷന്റെ ഈ അംഗീകാരം നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗതി കൂട്ടുകുടുംബമായ ഗാന്ധിഭവനിൽ കുഞ്ഞുങ്ങളും വൃദ്ധരും അംഗപരിമിതരും ഭിന്നശേഷിയുള്ളവരും മനോനില തകർന്നവരും പാലിയേറ്റീവ് സംരക്ഷകരും HIV ബാധിതരും ഒരേ കുടക്കീഴിൽ ജീവിക്കുന്നു. 1000-ലധികം അന്തേവാസികളാണ് ഗാന്ധിഭവനിലുള്ളത്. ജാതിമത വർണ്ണഭാഷ വേർതിരിവുകളില്ലാതെ 4 മാസം മുതൽ 104 വയസ്സുവരെയുള്ള അനാഥർക്ക് അഭയം നൽകിയിരിക്കുന്ന ഗാന്ധിഭവന്റെ പ്രവർത്തനത്തിലും നടത്തിപ്പിലുമുള്ള നിപുണതയ്ക്കുള്ള അംഗീകാരമാണിത്. ISO സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം YMCA ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച അഞ്ചൽ നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു മധുരം വിതരണം ചെയ്തു. 2ാം തവണയും 100% വിജയം നേടാനായതിന്റെ ആഹ്ലാദത്തിലാണ് സ്കൂൾ അധികൃതർ. പ്രവർത്തന മികവും ചിട്ടയായ വിദ്യാഭ്യാസവും കൊണ്ട് 100% വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞ സ്കൂളുകളിലൊന്നാണ് നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ. കഴിഞ്ഞ വർഷം 100% വിജയമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ അധികാരികൾ മനസ്സിൽ കുറിച്ചിട്ടതാണ് ഈ വിജയം ഇനി കൈവിട്ട് കളയില്ല എന്നത്. ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനായി ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിനോടൊപ്പം രക്ഷകർത്താക്കളുടെയും PTA-യുടെയും പ്രോത്സാഹനവും കൂടിയായപ്പോൾ ഈ വർഷവും 100% വിജയം കൈപ്പിടിയിലായി. ആകെ 59 കുട്ടികൾ ഈ വർഷം SLC പരീക്ഷ എഴുതിയതിൽ 8 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ സ്വന്തമാക്കി. വനംവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജുവിന്റെ സ്വന്തം നാട്ടിലെ സ്കൂൾ 100% വിജയം നേടിയപ്പോൾ മന്ത്രിക്കും അഭിമാനത്തിനു വകയായി. അദ്ദേഹം നേരിട്ട് സ്കൂളിലെത്തുകയും വിജയികൾക്ക് മധുരം വിതരണം ചെയ്യുകയും കുട്ടികളെയും അധ്യാപകരെയും അനുമോദിക്കുകയും ചെയ്തു. 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളെ നെട്ടയം സ്കൂൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് സ്കൂളുമായി ബന്ധപ്പെട്ട ആ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും PTA അടക്കമുള്ള ബാക്കി എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി സ്കൂളിൽ കുട്ടികൾക്ക് സുഗമമായി എത്തിച്ചേരുന്നതിനായി ഒരു സ്കൂൾ ബസ് കൂടി അനുവദിക്കുമെന്നും ഇതിനായി 20 ലക്ഷം രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി സ്കൂൾ അധികാരികൾക്ക് ഉറപ്പു നൽകി. ഈ വിജയം ഇനിയും നിലനിർത്തുമെന്ന ദൃഢപ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 23-ന് പുനലൂരിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പത്തനാപുരം ഗാന്ധി ഭവന് ISO സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിൽ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് ISO ലഭിക്കുന്നത് ആദ്യം. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കെതിരെ നടപടിയുണ്ടാകും. നാപ്കിൻ വെൻഡിംഗ് മെഷീനും ഇൻസിനറേറ്ററും നിർബന്ധം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.